ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഗൈഡൻസ് മെസ്സേജ് എടുക്കാമെന്ന്. ടാരോ ഒന്നും അധികം എടുക്കുന്നില്ല. ഓക്കെ, ഇന്നത്തെ എനർജി നമുക്ക് നോക്കാം. ഇന്നത്തെ ഗൈഡൻസ് യൂണിവേഴ്സിൻ്റെ എന്താ നോക്കാം. യൂണിവേഴ്സ് നല്ല മെസ്സേജ് തരട്ടെ എല്ലാവർക്കും. ഇന്നത്തെ ഗൈഡൻസ് യൂണിവേഴ്സിൻ്റെ മെസ്സേജ്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഒരു 3 of swords ആണ് കാണുന്നത്. 2 of pentacles, 7 of cups, 10 of swords. ഓക്കെ, ഒരുപാട് ഹേർട്ട് ആയിട്ടുണ്ടെന്ന് നിങ്ങൾ. ഓക്കെ, ടാരോ കൂടുതൽ എടുക്കണ്ടെന്നാണ് വിചാരിച്ച്. സാരില്ല. ഓക്കെ, ഓക്കെ, ഓക്കെ. വലിയൊരു ഗ്രേറ്റ് ഒരു സ്ട്രോങ് ക്ലാഷിൻ്റെ ഒരു കാര്യമാണ് കാണുന്നത്. ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലൊരു ഇഷ്യൂ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. സോറി, എൻ്റെ കണ്ണ്. ഓക്കെ, ഇവിടെ കാണുന്നത് ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ ശരിക്കും ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഇപ്പോൾ സഡൻ സംഭവിച്ചിട്ടുണ്ടാവാം. എന്തെങ്കിലും ടവർ കാർഡും ഉണ്ട്. പെട്ടെന്ന് എന്തോ ഒരു സംഭവം ഉണ്ടായതാണ്. വിചാരിക്കാതെ ആയിരിക്കും, നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, അത്തരത്തിലൊരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് 9 of wands, 10 of swords. ചിലവർക്ക് ചീറ്റിംഗ് എന്ന രീതിയിൽ കാണുന്നുണ്ട്. ചിലവർക്ക് ആരെങ്കിലും നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന രീതിക്ക് പറയാം. ഓക്കെ, ചിലവർക്ക് എന്തെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് ശരിക്കും വേദന അനുഭവിച്ചായിട്ട് തന്നെയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളെ ആരെങ്കിലും പിന്നിൽ നിന്ന് കുത്തി എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് എല്ലാ ഭാഗത്തുനിന്നും നിങ്ങളെ അറ്റാക്ക് ചെയ്തു എന്ന രീതിക്ക്. ഓക്കെ, നിങ്ങളെ ഒരു ഓപ്ഷനായിട്ട് കണ്ടു. പല റിലേഷൻഷിപ്സിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങളെ ഒരു ഓപ്ഷനായിട്ട് മാത്രം കണ്ട ചില സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് ന്യായമായത് കിട്ടിയില്ല എന്ന് പറയാം. അത് ഏത് കാര്യത്തിലായാലും, ഇപ്പോൾ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ കരിയറിലോ ഫാമിലിയിലോ റിലേഷൻഷിപ്സിലോ എവിടെയായാലും ശരി, നിങ്ങൾക്ക് ന്യായമായത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, 2 ചോയ്സിൻ്റെ കാര്യമാണ് കാണുന്നത്. അത് നിങ്ങൾ ചോയ്സ് എടുക്കുന്നതല്ല. ഐ തിങ്ക് ഇത് വേറൊരു വ്യക്തി, ഒന്നുമില്ലെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ, 2 സിറ്റുവേഷനിൽ നിന്ന്, അതായത് നിങ്ങളെ ചൂസ് ചെയ്തില്ല എന്ന രീതിക്ക് പറയാം. ഓക്കെ, നിങ്ങളെ ചൂസ് ചെയ്തില്ല എന്ന് പറയാം. നിങ്ങൾക്ക് അവിടെ പ്രയോറിറ്റി കിട്ടിയില്ല എന്ന് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ലൈക്ക് തരേണ്ടത് പോലും, ശരിക്കും നിങ്ങൾ അർഹതപ്പെട്ടത് നിങ്ങൾക്ക് തരേണ്ടത് പോലും നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, 9 of pentacles ചിലവർക്ക് അത് മണി കാര്യങ്ങളായിരിക്കാം. ഇത് രണ്ടിലും കാണുമ്പോൾ മണി മാറ്റേഴ്സ് തോന്നുന്നുണ്ട്. ഫൈനാൻഷ്യലിൻ്റെ കാര്യങ്ങൾ തോന്നുന്നുണ്ട്. ചിലവർക്ക് നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തതായിരിക്കാം. എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, റിലേഷൻഷിപ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം ഹാർട്ട് ബ്രേക്ക് അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളൊരു പേഴ്സൻ്റെ ലൈഫിൽ മേ ബി ഒരു ഓപ്ഷൻ, വേറെ ഓപ്ഷൻസ് ഉണ്ടാവും എന്ന രീതിക്കായിരിക്കാം. അത് നിങ്ങൾ ചീറ്റിംഗ് നടന്നിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, ആ ചീറ്റിംഗ് നിങ്ങൾ മനസ്സിലാക്കി കാണാം. ഇവിടെ സൺ ഉണ്ട്. സൺ എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്ലാരിറ്റി എന്ന രീതിയിൽ പറയും. ക്ലാരിറ്റി, നമ്മൾ ക്ലിയർ ആവുക, പിക്ചർ ക്ലിയർ ആവുക എന്ന്. ഓക്കെ, അതിപ്പോൾ ഏത് സിറ്റുവേഷനിലായാലും ശരി, നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും റിലേഷനിലായാലും എന്ത് കാര്യത്തിലായാലും നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ കാര്യം. ഓക്കെ, നിങ്ങളോട് ന്യായമല്ലാത്ത രീതിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ചിലപ്പോൾ ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം. ഫൈനാൻഷ്യലി നിങ്ങൾക്ക് കിട്ടേണ്ട ചില ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, തന്നിട്ടുണ്ടാവില്ല. ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്ത് കാണാം. അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലായാലും നിങ്ങളോട് ഈക്വൽ നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്, പക്ഷെ അതിന് തിരിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ആൻഡ് അതെന്തുകൊണ്ടാണ്? അതൊരു ചീറ്റിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു തരത്തിൽ എനിക്ക് ഇത് തന്നെയാണ് മെയിൻ പോയിന്റ് ആയിട്ട് എനിക്ക് ഇവിടെ രണ്ടും കാണുന്നത്. 7 ആണ്, ചീറ്റിങ്ങിൻ്റെ ആണ്, ഓപ്ഷൻസ് എന്ന രീതിയിലാണ്. ഓക്കെ, നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്തായാലും. ഐ തിങ്ക് ഇപ്പോൾ ഇത് പെട്ടെന്നൊരു സംഭവിച്ചൊരു കാര്യമായിരിക്കാം. നിങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ മേ ബി ഇത് കുറേ ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ഈ കാര്യത്തിലൊരു തെളിഞ്ഞ് എനിക്ക് മനസ്സിലാക്കണം എന്ന രീതിയിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, ആഗ്രഹിച്ചിട്ടുണ്ടാവും. അത് തെളിഞ്ഞ് വന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. പക്ഷെ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിയുമ്പോഴും നമ്മളെ ഒന്ന് പിടിച്ച് കുലുക്കി വിടുമല്ലോ.
നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച് വിടും അല്ലേ. നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അറിയണമെന്ന് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ നമുക്ക് അറിയാം, കാര്യങ്ങൾ അറിയാം. എന്നാലും നമ്മൾ വിചാരിക്കും ഇതൊന്നും ആവരുതേ, സത്യം ആവരുതേ എന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചു പോകും അല്ലേ. പക്ഷെ ഇവിടെ എനിക്ക് ശരിക്കും നിങ്ങൾ വിചാരിച്ച തന്നെ സത്യമായി വന്നു, കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വ്യക്തമായിട്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതേത് സിറ്റുവേഷൻ ആയാലും ശരി, അത് വല്ലാതെ നിങ്ങളെ ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ന്യായമായത് കിട്ടിയില്ല, ഫൈനാൻഷ്യലി നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തു, റിലേഷൻഷിപ്സിലാണെങ്കിലും അങ്ങനെ ഒരു ചീറ്റിംഗ് എനർജി എന്ന രീതിയിൽ ഐ തിങ്ക് ഇപ്പം നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഒരു ക്വീൻ ഓഫ് സോഡ്സ് എനർജിയിൽ വന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ക്വീൻ ഓഫ് സോഡ്സ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്വീൻ ആവണമെന്നില്ല, കിങ് ആയാലും ശരി. ഓക്കെ, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട്, നിങ്ങളിപ്പോൾ ബൗണ്ടറീസ് വെക്കുന്ന ഒരു തരത്തിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ബൗണ്ടറീസ് വെക്കാൻ തീരുമാനിച്ചു. ഇനി ആക്ച്വലി ഇവിടെ ഹെർമിറ്റും ഉണ്ട്. നിങ്ങൾ സ്വയം ഒന്ന് ഉൾവലിയാൻ, ഐ തിങ്ക് നിങ്ങൾ ഉള്ളോട്ട് വലിഞ്ഞു. ദാറ്റ് ഇനി എനിക്ക് ആരോടും സംസാരിക്കേണ്ട, നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജിലായിരിക്കാം. ദാറ്റ് എനിക്കിനി ആരോടൊന്നും പറയാനില്ല, ഒന്നും ചോദിക്കാനില്ല, ഒന്നും അറിയണ്ട. ഓക്കെ, നിങ്ങൾ തനിച്ചിരുന്ന് കുറച്ച് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ലെവലിലേക്ക് വന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്, ആരോ ആയിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്, വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ട്, ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്നൊക്കെ പറയാം. ഓക്കെ, യെസ്, കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. അത് പേഴ്സൺ ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിലെ പല പാർട്ട്ണറുമായിട്ടായിരിക്കാം, ഫാമിലിയിൽ അല്ലെങ്കിൽ കരിയർ, നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും, സീനിയർ ആയിട്ടുള്ള ആരായാലും നിങ്ങളോട് ശരിക്കും കുറച്ച് നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഐ തിങ്ക് അവിടെ നിങ്ങളൊരു കട്ട് ഓഫ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാത്തിൽ നിന്നും മാറി നിങ്ങളൊരു ബൗണ്ടറി വെച്ച് ഇപ്പോൾ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഡെവിളും ഉണ്ട്. സോ നെഗറ്റീവ് എനർജി തന്നെയാണ്, വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ നെഗറ്റീവ് എനർജിയാണ്. ഓക്കെ, ഐ തിങ്ക് ഇപ്പോഴത്തെ സ്റ്റേജ് നിങ്ങളുടെ ഇതാണ്. നിങ്ങളിപ്പോൾ എല്ലാത്തിൽ നിന്നും മാറി നിങ്ങളൊരു ബൗണ്ടറി നിങ്ങൾക്ക് മനസ്സിലാക്കി, ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങളൊരു പോസിറ്റീവായിട്ട് എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്. എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഇപ്പോൾ തെറ്റായി പറഞ്ഞു എന്ന് വിചാരിക്കുക, അപവാദം പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ശരിയായിട്ട് ന്യായമായത് നിങ്ങൾക്ക് തന്നില്ല, നിങ്ങളോട് ചെയ്തില്ല, എന്ത് വേണമെങ്കിലും വിചാരിക്കൂ. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളത് തെളിഞ്ഞ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ, ഇവിടെ എന്തിനാണ് അത് മനസ്സിലാക്കുന്നത്? നിങ്ങളുടെ സ്ട്രെങ്ത്ത് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ ആരെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യണം, ആരെ ട്രസ്റ്റ് ചെയ്യരുത്, ആരോടാണ് അടുപ്പം വേണ്ടത്, ആരോടാണ് അകൽച്ച വേണ്ടത്, എവിടെയാണ് നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ വന്ന ഒരു ലെസൺ ആയിട്ട് നിങ്ങളതിനെ കണക്കാക്കാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഹാർട്ട് പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ, യെസ്, എനിക്ക് നന്നായിട്ട് മനസ്സിലാവും, അതൊരു വിഷമമുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ സ്റ്റെബിലിറ്റി വരെ ഇളകിപ്പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് നിങ്ങൾ മേ ബി ജോലി അങ്ങനത്തെ വലിയ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം. ചിലവർക്ക് ഫാമിലിയിൽ നിങ്ങളെ നിങ്ങളുടെ ഒരു നിലനിൽപ്പേ പോയി എന്ന രീതിക്ക് തോന്നിയിട്ടുണ്ടാവാം. ഫാമിലിയിലായാലും റിലേഷനിലായാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് എന്ന് തോന്നിയത് പോലും ചിലപ്പോൾ ബ്രേക്കപ്പ് ആ ലെവലിലേക്ക് വന്നിട്ടുണ്ടാവും. ബിക്കോസ് അവിടെ മറിഞ്ഞിരുന്ന ചില കാര്യങ്ങൾ, ചില ചീറ്റിംഗ് അല്ലെങ്കിൽ ചില ഹിഡൻ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ മുമ്പിൽ എന്തോ കാര്യം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അത് പക്ഷേ യെസ്, വിഷമം ഉണ്ടാക്കുന്നുണ്ട്, വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഇവിടെ പറയുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത്തിലേക്ക് വരിക. ഓക്കെ, എവിടെയാണ് നിങ്ങൾ ബൗണ്ടറി വെക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആരടുത്ത് നിന്നാണ് അകന്ന് നിൽക്കേണ്ടത്, ആരോടാണ് എത്രത്തോളം അടുപ്പം വേണം, എത്ര ട്രസ്റ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് ലെസൺസിന് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഇത് മാറി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ഇന്നത്തെ എനർജിയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് എന്ന രീതിയിൽ പറയാം, അല്ലെങ്കിൽ ഈ വരുന്ന കുറച്ച് ദിവസത്തിൽ, അല്ലെങ്കിൽ ഓൾറെഡി നടന്ന് കാണാം, അല്ലെങ്കിൽ ഈ വരുന്ന കുറച്ച് ദിവസത്തിൻ്റെ ആയിരിക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഇത് എനർജി നമുക്ക് മാറി വരും. ഓക്കെ, ഇനിയിപ്പോൾ മേ ബി ഇതിൽ നിന്നൊരു മാറ്റം നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. എന്തായാലും ഇതേപോലെ അങ്ങനെ നിൽക്കില്ലല്ലോ എനർജി, അല്ലേ? നിങ്ങൾക്ക് ചില റിയലൈസേഷൻസ് വരാനുള്ളൊരു സമയമായിരിക്കാം, നിങ്ങൾ ചില കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള സമയമായിരിക്കാം. 10 of Wands, 8 of Wands, King of Swords. നിങ്ങൾ സ്ട്രോങ് ആവാനുള്ള ഒരു ടൈമാണിപ്പോൾ. ഓക്കെ, നിങ്ങളുടെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങളുടെ മേലെ ഒരുപാട് ബേർഡൻ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും മുൻപൊക്കെ, അത് താഴെയിടാനുള്ള സമയമായി. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നിങ്ങളത് മനസ്സിലാക്കുമായിരിക്കും, റിയലൈസ് ചെയ്യുമായിരിക്കും, ഞാൻ ഇത്രയും ചെയ്തിട്ടും കാര്യമില്ല, ഓക്കെ എന്നുള്ള ഒരു റിയലൈസേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ ബേർഡൻ നിങ്ങൾ താഴെയിടുക. ഓക്കെ, പറ്റുന്നത് മാത്രം എടുത്താൽ മതി, അത് നിങ്ങൾക്കുള്ള ലെസനാണ്. ഓക്കെ, നിങ്ങളുടെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് പോവുക, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. കിങ് ഓഫ് സോഡ്സ് ലെവലിൽ ആക്ഷൻ എടുക്കുക. നിങ്ങൾ ഇമോഷണലായിട്ട് കരഞ്ഞിരിക്കാനുള്ള ഇടവരരുത്. ഓക്കെ, നിങ്ങൾ ഈ സ്ട്രെങ്ത്തിലേക്ക് നിങ്ങൾ വരണം. ആൻഡ് വേൾഡ് കാർഡ് ഉണ്ട്, വേൾഡ് ആൻഡ് പേജ് ഓഫ് കപ്സ്. യെസ്, വീണ്ടും നിങ്ങൾക്ക് സന്തോഷം വരും. ഓക്കെ, വീണ്ടും നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരും, സിറ്റുവേഷൻസ് ചേഞ്ച് ആയിട്ട് വരും. ഓക്കെ, ചില എൻഡിങ്സ് പക്ഷെ ഇവിടെ ആവശ്യമാണ്. വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്നാണ് പറയുക. സോ ചില എൻഡിങ് ഇവിടെ ആവശ്യമാണ്, ചില ടവർ മൂമെൻറ്റ് ഇവിടെ ആവശ്യമാണ്. ചിലത് തകരാനുള്ളത് തകർന്നാലേ
നമ്മൾ കാരണം അവിടെ ചിലത് മാറി വരാനുണ്ട് സിറ്റുവേഷൻ. ഓക്കെ, ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോവാനുണ്ട്, നിങ്ങൾ മാറാനുണ്ട് ചില കാര്യത്തിൽ നിന്ന്. അങ്ങനെയൊക്കെയുള്ള ചില ലെസൺസ് നിങ്ങൾക്ക് കിട്ടുകയാണ്. ഓക്കെ, നിങ്ങളുടെ സ്ട്രെങ്ത്തിലേക്ക് വരിക. ക്വീൻ ഓഫ് സോർട്സ്, കിങ് ഓഫ് സോർട്സ്, നിങ്ങൾ ആ ഒരു നിങ്ങളുടെ സ്ട്രെങ്ത്തിലേക്ക് നിങ്ങൾ വന്നേ പറ്റൂ ഇനി. ഓക്കെ, നിങ്ങൾ ഇമോഷണലായിട്ട് ഇരുന്ന് കരഞ്ഞു തീർക്കാനുള്ളതല്ല, നിങ്ങൾ നിങ്ങളുടെ പവർ മനസ്സിലാക്കി സ്ട്രോങ് ആയിട്ട് നിങ്ങൾ വരാനുള്ളൊരു സമയമാണ്. ഓക്കെ, ഇങ്ങനത്തെ മൊമെന്റ്സ് വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത് അതാണ്. ഓക്കെ, ദറ്റ് എൻ്റെ ഉള്ളിൽ ആ സ്ട്രെങ്ത് ഉണ്ട്, എനിക്കിതിൽ നിന്നെല്ലാം ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ട്, എന്തുണ്ടെങ്കിലും ഞാൻ അതിനെ ഓവർകം ചെയ്യും എന്ന് നിങ്ങളൊരു സ്ട്രെങ്ത് കൊണ്ടുവരാം. ഒരു ടെമ്പററി ഫേസ് ആയിരിക്കാം ചിലപ്പോൾ അത്. ഓക്കെ, ഞാൻ സാധാരണ ഇങ്ങനെ വീഴുന്നെടുക്കുന്നല്ല, ബട്ട് ഓക്കെ. നോ ഒബ്സഷൻ, ഫ്രണ്ട്, ട്രസ്റ്റ്, ഹോബി, മോട്ടിവേഷൻ, വെയിറ്റ്, യു ആർ സേഫ്. ഓക്കെ, ആദ്യം തന്നെ പറയുന്നത് നിങ്ങളെ യൂണിവേഴ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ പറയാറുണ്ട് എപ്പോഴും, ഇങ്ങനെ ചിലത് നടക്കുന്നത് എപ്പോഴും അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ചിലത് കാണിച്ചു തരാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട്, നിങ്ങളുടെ ലൈഫിൽ നല്ലത് എന്താണ്, അല്ലാത്തത് ഏതാണ്, ആരെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാണ്. നിങ്ങൾ പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എപ്പോഴും യൂണിവേഴ്സിൻ്റെ. നിങ്ങൾ ഇമോഷണലായിട്ട് തകർന്നു പോവാതെ പിടിച്ചു നിൽക്കാനുള്ള സ്ട്രെങ്ത്തും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആൻഡ് ആൻറ്റിഡോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മൾ പറയില്ലേ, വൈറസ് ഉണ്ടെങ്കിൽ അതിന് ഒരു മരുന്ന് നമ്മൾ എന്താ പറയുക, ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്ന പോലെ. ഓക്കെ, അത് ഒരു മരുന്ന് പോലെ കാര്യങ്ങൾ ബെറ്റർ ആവാനുള്ള മരുന്നും യൂണിവേഴ്സ് തരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ആൻഡ് നോന്നുണ്ട് ഒബ്സഷൻ, ഫ്രണ്ട്, ട്രസ്റ്റ്. ഓക്കെ, നിങ്ങൾ ആരെയാണ് ട്രസ്റ്റ് ചെയ്തത് എന്നുള്ള ഒരു റിയലൈസേഷൻ ഇവിടെ വരേണ്ട സമയമാണ്. അതായത് നിങ്ങൾ ആരെ ട്രസ്റ്റ് ചെയ്യണം, ആരെ ട്രസ്റ്റ് ചെയ്യണ്ട എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ടൈമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ട്രസ്റ്റ് ഉണ്ട്, പക്ഷെ നിങ്ങൾ മേ ബി ട്രസ്റ്റ് ചെയ്ത ഫ്രണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളെ പിന്നിൽ നിന്ന് ഇതാക്കിയത്. ഫ്രണ്ട് അല്ലെങ്കിൽ റിലേഷൻ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് സൈൻസ് കാണിച്ചു തരും, സിമ്പിൾസ് കാണിച്ചു തരും, ചില ഇൻഡിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും, അതിനെ വിശ്വസിക്കുക നിങ്ങൾ. ഓക്കെ, ആൻഡ് നോ ആൻഡ് ഒബ്സഷൻ ഉണ്ട് നിങ്ങൾക്ക്. ഐ തിങ്ക് ഇപ്പോൾ ഇതൊരു റിലേഷനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ കാര്യമാണെങ്കിൽ നിങ്ങൾക്കതൊരു ഒബ്സഷൻ മാത്രമായിരുന്നു എന്ന് പറയാം. എന്ന് വെച്ചാൽ, സോറി ഞാൻ പറയുന്നത് ക്ലിയറായി പറയാം, ഇവിടെ ഐ തിങ്ക് ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്കുള്ളതല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് വിട്ടുകളയാൻ ഇതുവരെ ചിലപ്പോൾ മനസ്സ് വന്നിട്ടുണ്ടാവില്ല. എനിക്ക് അവിടെ തെറ്റാണ് എന്ന് അറിഞ്ഞിട്ട് ചിലപ്പോൾ അവിടെ നിങ്ങൾ പിടിച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ അത് വിട്ടുകളയാനാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ചിലത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നല്ലതല്ലാത്തത് യൂണിവേഴ്സ് നിങ്ങളുടെ നിന്ന് എടുത്ത് മാറ്റും. ഓക്കെ, അത് നിങ്ങളായിട്ട് തനിയെ ചെയ്തില്ലെങ്കിൽ അത് യൂണിവേഴ്സായിട്ട് ചില ഇങ്ങനെ ടവർ മൂമെൻറ്റ്സ് ഉണ്ടാക്കി നിങ്ങളുടെ അടുത്ത് നിന്ന് അതെടുത്ത് മാറ്റും. അതങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ഒബ്സഷൻ, നിങ്ങൾക്കത് വിട്ട് കളയാൻ പറ്റാതിരുന്നത് നിങ്ങളുടെ ഒരു ഒബ്സഷൻ ആയതുകൊണ്ട് മാത്രമാണ്. എന്ന് വെച്ചാൽ നിങ്ങളതിനെ, നമ്മൾ പറയില്ലേ, ചിലത് നമ്മൾ അറ്റാച്ച്മെൻറ്റ് ആയിക്കഴിഞ്ഞാൽ അതിനെ നമ്മുടെ കയ്യിൽ നിന്ന് കളയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. അറിയാം നമുക്ക് നല്ലതല്ല എന്നറിയാം, എന്നാൽ പോലും നമ്മളതിനെ വിട്ട് കളയാൻ മടിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങളോട്, ഐ തിങ്ക് അത് എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തതാണ്. ഓക്കെ, നിങ്ങൾക്ക് നല്ലതല്ലാത്തതിനെ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് നിന്ന് മാറ്റിയതാണ് എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അതിപ്പോൾ എന്ത് കാര്യത്തിലായാലും കേട്ടോ. ഓക്കെ, ഫ്രണ്ട് ആൻഡ് ട്രസ്റ്റും ഉണ്ട്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത ആൾ തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക, വാല്യൂ ചെയ്തില്ല, എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ. ഓക്കെ, ആൻഡ് ഇവിടെ ഹോബി, മോട്ടിവേഷനൊക്കെ ഉണ്ട്. നിങ്ങൾ അവനവനെ മോട്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇതിലൊന്നും ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവനവനെ അങ്ങനെ ഫുള്ള് കൈവിട്ട് കളയരുത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യണം. നമുക്ക് എപ്പോഴും ഒരാൾ നമ്മളെ പുറമേ നിന്ന് ഒരാൾ വന്നിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഞാൻ ഐ തിങ്ക് മോർണിംഗ് മെസ്സേജസിൽ ഞാൻ പറയുന്നുണ്ട്, നമ്മളെ വേറെ പുറമേ നിന്ന് ഒരാൾ വന്നിട്ട് മോട്ടിവേറ്റ് ചെയ്യും അല്ലെങ്കിൽ സഹായിക്കും, കൂടെ നിൽക്കും എന്നുള്ള എക്സ്പെക്റ്റേഷൻ വെക്കാതിരിക്കാം. നിങ്ങൾ അവനവനെ മോട്ടിവേറ്റ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് സമയം കൊടുക്കൂ, കാര്യങ്ങളൊന്ന് ബെറ്റർ ആവും, കാര്യങ്ങൾ മാറി വരും. കുറച്ച് സമയം കൊടുക്കാൻ പറയുന്നുണ്ട്. വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സിറ്റുവേഷനിൽ ചില ചേഞ്ചസ് വരും. നിങ്ങൾക്ക് ആക്ച്വലി ആൻറ്റിഡോട്ടും ട്രസ്റ്റും ഇവിടെ യു ആർ സേഫ് ഒക്കെ ഉണ്ട്. സ്ട്രഗിൾ ഉണ്ട്, യെസ് ആണ്. ഓക്കെ, പിന്നീട് ഒരു യെസ് ഉണ്ട് ഇവിടെ. യെസ്, കുറച്ച് സമയം നിങ്ങൾക്ക്
ഒന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, തനിച്ചായി പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു, അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒരു ചെറിയൊരു സ്ട്രഗിൾ നിങ്ങൾ ഫേസ് ചെയ്യും, പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ആൻറ്റിഡോട്ട് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ എന്താ പറയുക, നമ്മളെന്തെങ്കിലും അസുഖം വന്നാൽ അതിന് മരുന്ന് കഴിക്കുക എന്ന് പറയില്ലേ, അതുപോലെ നിങ്ങൾ പക്ഷെ സ്വയം നിങ്ങൾ അവനവനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ഈ മരുന്ന് നിങ്ങൾ തന്നെ സ്വയം ആവാം. ഓക്കെ, പോസിറ്റീവ് ആക്കിയിട്ട് അവനവനെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് പോകുന്നുണ്ട്, മാറിപ്പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിട്ടുകളയുക. ബിക്കോസ് അത് നമുക്കുള്ളതായിരുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങളൊക്കെ ചില ക്ലാരിറ്റി ഈ യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന് തരുകയാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിനെ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവായിട്ട് ഇരിക്കുക, നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും പ്രാർത്ഥനകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പ്രാർത്ഥിക്കുക, എല്ലാം നല്ലത് വരാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ചില നെഗറ്റീവ്സ് വരില്ല എന്നല്ല, ആ നെഗറ്റീവ്സ് വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട് അത് നമ്മളെ എന്തെങ്കിലും ഒരു നല്ലതിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂടി ആയിരിക്കും. ഓക്കെ, സോ ട്രസ്റ്റ് ഇൻ യൂണിവേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.